വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നിഫ്റ്റിയിലെ ഇന്നത്തെ ഡെയിലി അനാലിസിസ് അല്ലെങ്കിൽ നാളത്തെ വീക്കിലി എക്സ്പയറിയിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പറ്റുന്ന പോലെ റെഗുലർ ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ പോലും കുറേ പേര് പറയുന്നുണ്ട് റെഗുലർ ആവണം, വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം സമയം കിട്ടും പോലെ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. ഓക്കെ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് നിഫ്റ്റിയുടെ ഒരു എന്താ പറയുക ഓൾ ടൈം ഹൈ ശരിക്കും ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. കാരണം നമുക്ക് നോയ്സ് അവോയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിത്തൗട്ട് നോയ്സ് ലെവലാണ് നമ്മൾ ലിക്വിഡിറ്റി വെച്ചിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവൽ എങ്ങനെയായാലും ബ്രേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു 26 ജൂണിലെ ക്യാൻഡിലാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 296 പോയിന്റിലാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഒന്ന് ലെൻസ് ഒന്ന് ഓൺ ആക്കിയിട്ട് കാണിക്കുകയാണ്. സോ ഹിയർ യു ക്യാൻ സി ഈ ലെവലാണ് നമ്മൾ ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി എന്ന് കാണിക്കുന്ന ഈ ഒരു ലെവൽ 25,411 ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു സക്സസ്ഫുൾ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ബ്രേക്ക് ഔട്ട് എപ്പോഴും എന്താ പറയുക, നമുക്കൊരു പാരബോളിക് മൂവ്മെൻറ്റം അല്ല തരേണ്ടത്. അല്ലെങ്കിൽ ഒരു പാരബോളിക് മൂവ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരു പാരബോളിക് മൂവ്മെൻറ്റ് നമുക്ക് തിരിച്ച് താഴേക്കും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഈ ഒരു പാരബോളിക് മൂവ്മെൻറ്റ്. ഇവിടെ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇവിടെ ഫോളോ ചെയ്തതും അതുപോലെയാണ്. ശരിക്കും ഒരു ഹെൽത്തി കറക്ഷൻ അല്ലെങ്കിൽ ഹെൽത്തി ഫോൾ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഈ ഒരു തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് ഫോളോ ആവുകയാണെങ്കിൽ വരേണ്ടത്. ഓക്കെ. ഇനി ഹൈ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്താണ് വേണ്ടത്? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വേണ്ടത്. ഹയർ ഹൈ ഫോം ചെയ്ത് അല്ലെങ്കിൽ ലോവർ ലോ ഫോം ചെയ്തിട്ട് അങ്ങനെ ഹയർ ലോ ഫോം ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക. ഓക്കെ. ഇങ്ങനെ ഹയർ ഹൈസ് ഇങ്ങനെ പോകും, ഇങ്ങോട്ടേക്ക് ലോവർ ലോസ് അങ്ങനെ വന്നിട്ട് ഒരു ഡൗൺ ട്രെൻഡ് വരും. ഇതിനെയാണ് നമുക്കൊരു എന്താ പറയുക ഹെൽത്തി കറക്ഷന് എന്നല്ലെങ്കിൽ ഹെൽത്തി മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പാരബോളിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്, ഉണ്ടല്ലേ? ഒരു സ്റ്റീപ്പായിട്ടുള്ള ഫോൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ട് നമുക്ക് സ്റ്റീപ്പായിട്ടുള്ള അപ്പ് കണ്ടുകൊണ്ട് തന്നെ സ്റ്റീപ്പായിട്ട് ഫോൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടും ഹെൽത്തി അല്ല ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വലിയൊരു മാനിപ്പുലേഷൻസും കാര്യങ്ങളൊന്നും നടക്കാത്ത തരത്തിലുള്ള ഒരു മാർക്കറ്റാണ്. കാരണം അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അല്ലേ? ആ ഒരു തരത്തിലുള്ള പാരബോളിക് മൂവ്മെൻറ്റ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് നമുക്കൊരു കറക്ഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സമയവും ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മളുടെ GRSC, അതുപോലെ JK ലക്ഷ്മി, പിന്നെ ഫോഴ്സ് മോട്ടോഴ്സ്, ഇതെല്ലാം നമുക്ക് 50% മേലെ, റിലയൻസ് ഇൻഫ്ര ഒക്കെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു കഴിഞ്ഞ 2 മാസം കൊണ്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്തരം സ്റ്റോക്കുകൾ നമ്മൾ ടൈം ടു ടൈം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഡിസ്കഷൻ കൂടി ഗ്രൂപ്പിൽ നടക്കുന്നതുകൊണ്ട് മിക്ക സ്റ്റോക്കിലും നമുക്ക് അത് എന്താ പറയുക അഗ്രസീവ് പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കും നടത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു തീരുമാനങ്ങൾ നമ്മൾ ലിക്വിഡിറ്റി വെച്ചിട്ട് തന്നെ അനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഇനി വരുന്ന ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,300 എന്ന് പറയുന്ന ഈ ഒരു ലിക്വിഡിറ്റി ലെവലിൽ കിട്ടണം എന്നുള്ളതാണ്. സോ ആ ഒരു ലിക്വിഡിറ്റി ലെവലിൽ നമുക്കൊരു കുഷ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫർദർ അപ്പ് മൂവ് അവിടുന്ന് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. സോ ഈ ഒരു ഫോൾ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഫോൾ ആണെങ്കിൽ ഇവിടെ ഈ 25,200 എന്ന് പറയുന്ന അല്ലെങ്കിൽ 25,300 to 200 എന്ന് പറയുന്ന ഈ ഒരു ക്യാൻഡിലിൽ നമുക്ക് കുഷ്യൻ കിട്ടണം എന്നുള്ളതാണ്. ഡെയിലി ടൈം ഫ്രെയിം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് വെച്ചിട്ടുള്ളൊരു വിഷ്വൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കാം. 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്കൊരു വൈക്കോഫിയൻ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അപ് ട്രെൻഡിൽ നല്ലൊരു ട്രെൻഡിന് ശേഷമാണ് ഒരു കറക്ഷൻ വരിക. ആ കറക്ഷൻ വരുന്നതിന് ശേഷം അല്ലെങ്കിൽ കറക്ഷൻ വന്നതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണിക്കും. ആ സെല്ലിംഗ് പ്രഷർ ചിലപ്പം മാനിപ്പുലേഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവിടുന്നാണ് ഏറ്റവും നല്ല വാല്യൂവിൽ ഈ ഒരു സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിക്കുക. സോ ഒരു സെല്ലിനെ ഫേക്ക് ചെയ്തുകൊണ്ട് അവിടുന്ന് മാക്സിമം ലിക്വിഡിറ്റി കളക്ട് ചെയ്യാനാണ് ഇത് നോക്കാറുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കാറുള്ളത്. സോ അത് സ്റ്റോക്കിൻ്റെ കേസിലാണെങ്കിലും ഓപ്ഷൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും ഇൻടാക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യപ്പെടുന്ന ഒരു SMC കോൺസെപ്റ്റ് ആണ്. സോ നമ്മളുടെ ഒരുപാട് വീഡിയോസ് അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിപ്പം GRSC, അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ആസ്റ്റർ DM, പിന്നെ ഏതായിരുന്നു അത്തരം കുറേ വീഡിയോസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്തതിൽ കറക്റ്റായിട്ട് വൈക്കോഫിയൻ സെറ്റപ്പ് എന്താണെന്നുള്ളതും അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ പേർക്ക് ഈ ഒരു ഇംഗ്ലീഷ് ടേമും ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടേമുകൾ കേൾക്കുന്നത് പ്രോബ്ലം ഉണ്ട്, മലയാളത്തിലാണോ കണ്ടന്റ് എന്നൊക്കെ കമൻറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ഒരുപാട് യൂട്യൂബിലുണ്ട്. അതൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത്തരത്തിലുള്ള എന്താ പറയുക കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ഇവിടെ പറയുന്നത്. സോ ഇത്തരം ടെർമിനോളജീസ് നിങ്ങൾ ആദ്യം പരിചയപ്പെട്ടേ പറ്റൂ എന്നുള്ളതാണ്. ഇവിടെ ലിക്വിഡിറ്റി ആണ് പറയുന്നത്, ഇവിടെ വാല്യുവേഷൻ ആണ് പറയുന്നത്, ഇവിടെ ഗാമ ബ്ലാസ്റ്റുകളാണ് പറയുന്നത്. എല്ലാം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക ബേസിക് ലെവലിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ആ ബേസിക് നോളജ് നിങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഇതുണ്ടാവും. അല്ലാതെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്
മീൻസ് എന്താ പറയുക, നമുക്ക് റിസോഴ്സസ് ഒരുപാട് അല്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ അതുകൂടി പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണെന്ന് പറയായിരുന്നു. അപ്പോൾ ഈ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്നാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബ്രേക്ക് നോക്കേണ്ടത്, ആ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്. സോ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫെയർ വാല്യൂ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബൈയിങ് പ്രഷർ കാണാറുണ്ട്. ആ ബൈയിങ് പ്രഷർ കണ്ടു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് അടുത്ത ടാർഗറ്റിലേക്ക് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടാറുള്ളത്. സോ അതൊരു അടുത്ത വീക്കിലേക്കൊക്കെ ആയിരിക്കും ആ ഒരു മൂവ്മെൻറ്റ് ചിലപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നാളെ എക്സ്പയർ ആയതുകൊണ്ട് വലിയൊരു മൂവ്മെൻറ്റ് വരുമെന്നുള്ളത് നമുക്ക് നോക്കി കാണണം. ഓക്കെ, സോ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഫിബൊനാച്ചിയുടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള 26,333 എന്നാണ്. ഓക്കെ, സോ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ ഒരു ഫിബൊനാച്ചി കൂടി എടുത്ത് നോക്കുവാണെങ്കിൽ ഈ ഫിബൊനാച്ചിയുടെ ഒരു 2 എന്ന് പറയുന്ന ലെവൽ ഏകദേശം നമ്മളുടെ ഹയർ ടൈം ഫ്രെയിമുമായിട്ട് ഹൈലി കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. 26,300, 26,333 ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം ഈ ഗ്രീൻ എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ വരച്ച് കാണിച്ച ഒരു ഫിബൊനാച്ചി ഏരിയയാണ്. അതായത് കുറേ കാലം മുമ്പേ ഉള്ള, അല്ലെങ്കിൽ കുറച്ച് മുമ്പേ ഉള്ള ഒരു ബ്രേക്ക് ഔട്ടാണ്, ഒരു ഇൻടാക്ട് ബ്രേക്ക് ഔട്ടിൻ്റെ ലോങ് ടേം ചാർട്ടാണ് ഈ കാണിക്കുന്ന ലെവൽ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പുതിയൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സി 1.618 കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 2 എന്ന് പറയുന്ന ഏരിയ ഇതുമായിട്ട് കോൺഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഒരു അപ് ട്രെൻഡിനുള്ള പോസിബിലിറ്റി ഇപ്പോഴും ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ, ഒരു പർപ്പിൾ ഏരിയ, ഇതിനെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊരു ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റാണ്, സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ വരുന്ന ലിക്വിഡിറ്റി ലെൻസ് വെച്ചിട്ടാണ് നമ്മളത് പഠിപ്പിക്കുന്നത്. ഒരുപാട് പേര് അത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 150 ആളുകൾ ഇപ്പോഴും നമ്മുടെ ലിക്വിഡിറ്റി ലെൻസ് യൂസ് ചെയ്തിട്ട് സ്വിങ്ങിലും അതുപോലെ ഓപ്ഷനൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ നമ്മൾ ലെൻസിന് ആക്സസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയലും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. അവർക്ക് തന്നെയാണ് നമ്മൾ എന്താ പറയുക പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആക്സസും കൊടുക്കുന്നത്. സോ അത് നമ്മൾ ഒരുപാട് സ്റ്റോക്കുകൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് സ്റ്റോക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ പ്രോഫിറ്റ് എടുക്കാനും ഉള്ള ഡിസ്കഷൻസ് നമ്മൾ അവിടെ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അത് താല്പര്യം ഉണ്ടെങ്കിൽ ലിക്വിഡിറ്റി ലെൻസ് വെച്ചിട്ട് പഠിക്കുകയും ചെയ്യാം, ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദിസ്, ഇനി ഈ ഒരു ഫോള് നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്, നോർമൽ ലിക്വിഡിറ്റി. നമുക്കറിയാം ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. സോ ഈ അറ്റ്മോസ്റ്റ് വേർസ്റ്റ് കേസ് സെനാരിയോയിൽ ഇവിടെയെങ്കിലും നിൽക്കണം എന്നുള്ളതാണ്. അതായത് 25,300 എന്ന് പറയുന്ന ലെവലിലെങ്കിലും ഇത് നിൽക്കണം എന്നുള്ളതാണ് ഹെൽത്തി കറക്ഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നാളത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇവിടുന്നോ അല്ലെങ്കിൽ ഓൾറെഡി ഈ ഒരു 25,400 തന്നെ ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിനെ മറികടന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷറിനെ മറികടന്നിട്ട് മേലേക്ക് ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ എക്സ്പെക്ട് ദി അപ്പ് ട്രെൻഡ് ഇൻ നിഫ്റ്റി. അത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള സിനാരിയോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരു ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. അതായത് ഇതിനാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് വൈക്കോഫിയൻ സെറ്റപ്പ്. ഇവിടുന്ന് പിന്നെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിനെ ഒരു ബൈ പ്രഷർ ടേക്ക് ഔട്ട് ചെയ്ത് ഒരു റീടെസ്റ്റ് അതേ ലിക്വിഡിറ്റിയിലേക്ക് വന്നു. കണ്ടില്ലേ, ഇതാണ് ഒരു സ്റ്റോറി പോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത അതേ സെല്ലിംഗ് പ്രഷറിനെ ഇവിടെ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിക്വിഡിറ്റിയോട് കൂടി ഇവിടെ ബൈ ചെയ്ത് ഒരു റീടെസ്റ്റും ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് ഈ കാണുന്ന ഈ അപ്പ് മൂവിന് തുടക്കം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ആ ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു ഫുൾ ബ്രേക്ക് ഔട്ട് നമുക്ക് അവിടെ മുതലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഇവിടെ എത്തി പിന്നീട് നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് നിഫ്റ്റിയിൽ വരുന്ന ലെവൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ കൂടെ തന്നെ പല ആൾക്കാരും എന്താ പറയുക മറ്റ് ഇൻഡെക്സുകൾ കൂടി വാച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രധാനമായിട്ടും നിഫ്റ്റിയാണ് നോക്കുന്നത്. ഇനി മുതൽ സെൻസെക്സ് കൂടി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നിഫ്റ്റി. ഇവിടെ നമ്മൾ അത്യാവശ്യം ഇവിടുത്തെ ഈ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി വരെ നമ്മളൊരു കറക്ഷൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു അപ്പ് ട്രെൻഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്തെങ്കിലും പെട്ടെന്ന് പൊടുന്നതിന് വരികയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു വ്യൂവിൽ വ്യത്യാസം വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ഥിരം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്, നമ്മളുടെ കുറച്ച് വാച്ച് ലിസ്റ്റ് ഉണ്ട്. അതിലേറ്റവും നന്നായിട്ട് മൂവ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകളെ പറ്റി അല്ലെങ്കിൽ സ്റ്റോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് വാച്ച് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ മന്ത്ലി ബ്രേക്ക് ഔട്ട് ലിസ്റ്റാണ്. ഗബ്രിയേൽ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. റീ എൻട്രി ലെവലിന് ഏകദേശം 60% വന്നിട്ടുണ്ട്. ഇന്ന് 15, ഇന്നലെ 20 ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 60%ൻ്റെ മേലെ ഗബ്രിയേൽ കഴിഞ്ഞൊരു മാസമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പി ഫോക്കസും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നതാണ്. ബജാജ് കൺസ്ട്രക്ഷൻസ് ഇന്ന് ഏകദേശം ബ്രേക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഗാമ ബ്ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെ ലെവൽസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. റൈഡ്സിന് ചെറിയൊരു നല്ല രീതിയിലുള്ളൊരു മുൻതൂക്കമുണ്ട്. അതുപോലെ പോണ്ടി ഓക്സൈഡ്സ് ഉണ്ട്, സുബ്രോസ്, NACL ഇൻഡസ്ട്രീസ്, ഇതൊക്കെയാണ് നമ്മുടെ മന്ത്ലി വാച്ച് ലിസ്റ്റിൽ നിന്ന് ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ.
ഇത് US സ്റ്റോക്കുകളാണ്. US സ്റ്റോക്കുകൾ താല്പര്യമുള്ള ആളുകൾക്ക് നോക്കാവുന്നതാണ്. ടെസ്ലക്ക് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആവിസ് ബജറ്റ് ഗ്രൂപ്പിനുണ്ട്. അതുപോലെ ഓട്ടോനാഷൻ വന്നിട്ടുണ്ട്. MSTR മൈക്രോ സ്ട്രാറ്റജി ഇൻകോർപ്പറേറ്റഡ്, RCL റോയൽ കരീബിയൻ ക്രൂയിസസ്. US സ്റ്റോക്കുകൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പറയാറുണ്ട്. അതിന് സെപ്പറേറ്റ് ഗ്രൂപ്പുണ്ട്. ഓക്കെ. സോ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ എടുക്കാം. വീക്ക്ലി ആണ് ഇത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് റൈറ്റ്സ് നേരത്തെ പറഞ്ഞു. പിന്നെ ആശാപൂർ, LT ഫുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലെവൽസാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറായെന്ന് തോന്നുന്നു. യെസ്, LT ഫുഡ്സ് ഇത്തിരി കൂടെ പോകാനുണ്ട്. കുറച്ചുകൂടെ റൂം ബാക്കിയുണ്ട്. പക്ഷേ ഫ്രഷ് എൻട്രി ഉള്ള ആളുകൾക്ക് LT ഫുഡ്സിൽ കുറച്ച് എന്താ പറയുക റൂമും കൂടെ ബാക്കിയുള്ളൂ. ഒരു 14-15% റൂം LT ഫുഡ്സിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ലിക്വിഡിറ്റി ലെവൽ എന്ന് പറയുന്നത് 480 രൂപയാണ്. സോ ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഓക്കെ. സോ ടാറ്റ സ്റ്റീലൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെച്ചതായിരുന്നു. ഇവിടുന്ന് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. TFCI നമ്മൾ ലോങ് ടേമിലേക്ക് പറഞ്ഞ സ്റ്റോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ലോങ് ടേമിലേക്ക് പറയാനുള്ള കാരണം TFCIയിൽ ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് വന്നു. അതിനുശേഷം കിട്ടിയിട്ടുള്ള നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്നാണ് നമ്മൾ എൻട്രി പറഞ്ഞത്. ഈ ഒരു ക്യാൻഡിലാണ് എൻട്രി ക്യാൻഡിൽ എന്ന് പറയുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മണിയുടെ പലരും നമുക്കറിയാം ഈ ഒരു ലിക്വിഡിറ്റി മാർക്ക് ചെയ്യാതെയാണ് കാണിക്കുന്നത്, ഇവിടെയാണ് അവിടെയാണെന്നുള്ളത്. പക്ഷെ നമ്മളതിന് വിഷ്വലൈസ് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണെന്ന് കാണിക്കുന്ന ഒരു ടൂൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം റിസർച്ച് അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ്. കുറച്ചുകൂടെ ആളുകൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക ടെക്നിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിനാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ടും വന്നു. ഇവിടെ ഒരു ബൈങ് പ്രഷറും വന്നു. സോ മുന്നേ അതേപോലത്തെ ഒരു സെനാരിയോ ഉണ്ടായിരുന്നത് ഇവിടെയാണ്, കണ്ടില്ലേ? ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ എല്ലാ മൂവ്മെൻറ്റും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഈ 300% കിട്ടിയത്. സോ അതേ സെനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സെല്ലിംഗ് പ്രഷർ വന്നു. ആ സെല്ലേഴ്സിന് ബയേഴ്സ് ടേക്ക് ഔട്ട് ചെയ്തു. അതായത് ഇതാണ് വൈക്കോഫിയൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ബ്രേക്ക് വന്നതുകൊണ്ട് നമുക്കിനി എയിം ചെയ്യാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആണ്. ഓക്കെ. ആ ഒരു ബോക്സിലേക്ക് ഏകദേശം വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. സോ അത്തരത്തിലാണ് നമ്മളതിനെ എടുക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം മായ്ച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരുന്നു പ്രീവിയസ് ഫെയർ വാല്യൂ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോൾ എപ്പോഴാണോ ഈ പ്രീവിയസ് ഫെയർ വാല്യൂവിൻ്റെ ആ ഒരു സ്വിങ്ങിലേക്ക് എത്തുന്നത് അതുവരെ നമ്മൾ എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇത് എപ്പോഴാണോ അവിടെ ഹിറ്റ് ചെയ്യുന്നത്, ആ ഒരു പ്രീവിയസ് സ്വിങ്ങിൽ ഹിറ്റ് ചെയ്യുന്നത്, അവിടെ മുതലാണ് നമുക്ക് നല്ല രീതിയിൽ റിവേഴ്സൽ പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ്. സോ എവിടെയാണ് ലിക്വിഡിറ്റി, എവിടെയാണ് ഫെയർ വാല്യൂ എന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷനിലൂടെ നോക്കാതെ കൃത്യമായിട്ട് നമുക്ക് വിഷ്വലി കാണിച്ചു തരുന്നൊരു ടൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. സോ സെയിലിൻ്റെ കേസിലൊക്കെ നമുക്കിത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലേ? ഇവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് ലാസ്റ്റ് ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത്. ആ ഒരു സ്വിങ്ങിലേക്ക് എത്തിയ സമയത്ത് തന്നെ ഇത് നല്ല രീതിയിൽ അപ് ട്രെൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. സെയിലൊക്കെ എനിക്ക് തോന്നുന്നു ലോങ് ടേമിലേക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് സെയിൽ എന്നുള്ളതാണ്. ആശാപൂർ എല്ലാം അങ്ങനെ തന്നെയാണ്. ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഫെയർ വാല്യൂ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതിൽ തന്നെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോൺസെപ്റ്റുകൾ ഇതിൽ തന്നെ ഉണ്ട്. എന്താ പറയുക, ഒരൊറ്റ ഫെയർ വാല്യൂ ടൂൾ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അത് പലതും നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇതിൻ്റെ കേസിൽ ഉണ്ടല്ലോ, ഇവിടെയായിരുന്നു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി കിടക്കുന്നത് JK ടയറിൽ. അത് എപ്പോഴും അവിടെ എത്തിയോ ഇതുവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ETF നമുക്ക് വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്ക് ETF മഫാങ് വന്നിട്ടുണ്ട്, BSL ഗോൾഡ്. ഓക്കെ. പിന്നെ ഫ്യൂച്ചേഴ്സിൽ അത്യാവശ്യം പെർഫോം ചെയ്തിട്ടുള്ളത് ABFRലാണ്. മാൻകൈൻഡ് ഫാർമ വന്നിട്ടുണ്ട്, ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ടാറ്റ സ്റ്റീലിൻ്റെ ഫ്യൂച്ചേഴ്സ്, സെയിലിൻ്റെ ഫ്യൂച്ചേഴ്സ്. ഇതൊക്കെയാണ് ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഫ്യൂച്ചേഴ്സ്. ഓക്കെ. നിഫ്റ്റി 50 വരുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സജിലിറ്റി റൈറ്റ്സ്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, കജാരിയ സെറാമിക്സ്, അപ്പോളോ ടയേഴ്സ്, മാൻകൈൻഡ്, ഗുജ് ഗ്യാസ്, LT ഫുഡ്സ് ആൻഡ് JSW ഹോൾഡിങ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ടാറ്റ സ്റ്റീലും വന്നിട്ടുണ്ട്, ലേറ്റൻറ്റ് റിവ്യൂ അനാലിറ്റിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നാരായണ ഹൃദയാലയിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. റെഡിങ്ടണിൽ വന്നിട്ടുണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ്, കിർലോസ് ബ്രോയിൽ, RBL ബാങ്കിലൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കറിയാം അത് പീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ RBLനൊക്കെ നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു ഇത് ട്രാക്ക് ചെയ്യുമ്പോഴും നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഏത് നിമിഷവും അഗ്രസീവ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. സോ അതാണ് കാര്യം. പിന്നെ ആരോ
ചോദിച്ചിരുന്നു കല്യാണിൻ്റെ കേസ് ഒന്ന് പ്രത്യേകം നോക്കാവോ എന്ന്. കാരണം ഒരുപാട് പേര് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് കല്യാൺ. സോ ഇന്നത്തെ ഒരു സ്റ്റോക്ക് ഇൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് സുസിലോണിലും കണ്ടില്ലേ, നമ്മളുടെ ആ ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റിനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്കാണ്. എപ്പോഴാണോ അവിടെ എത്തിയതിന് ശേഷമാണ് ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിനെ കൂടി നമ്മൾ നോക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കല്യാൺ ജ്വല്ലേഴ്സിൽ സെയിം സെനാരിയോ ആണ്. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഫോൾ ഇവിടെ മുതലേ നമ്മൾ ഈ ഒരു ബിഗ് ക്യാൻഡിൽ ഫോൾ വരുന്നതിന് മുമ്പേ ഇവിടെ നിന്ന് നമ്മൾ വാണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാണിംഗ് പറഞ്ഞ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോക്ക് വരുന്നു കല്യാണിന്. അവർ പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് എക്സിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ഫോൾ, അതായത് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് രക്ഷിക്കാൻ പറ്റിയത് 50% പ്രോഫിറ്റാണ്. ഓക്കെ, സോ അതൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ശരിക്കുള്ള ഒരു ഫെയർ വാല്യൂ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇത് മേലേക്ക് പോയത്. പക്ഷേ രണ്ടാമത് വന്ന ഈ വലിയൊരു ക്യാൻഡിൽ ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഈ ലിക്വിഡിറ്റി പൂളിനെ റെസ്പെക്ട് ചെയ്യാതെയാണ് ഈ രണ്ട് ക്യാൻഡിലുകളും വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അടുത്ത ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഈ 363 എന്ന് പറഞ്ഞ ഏരിയയിലാണ്. സോ ഈ രണ്ട് ബോക്സിൻ്റെ ഇടയിലായിട്ടാണ് ലിക്വിഡിറ്റി കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ വാങ്ങിച്ച ആൾക്കാർ അതിൻ്റെ അപ്ഡേറ്റ്സ് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വൈക്കോഫിയൻ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ, ഇവിടെയാണ് സെല്ലിംഗ് പ്രഷർ ആക്ടിവേറ്റ് ചെയ്തത്. സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സെല്ലിംഗ് ക്ലൈമാക്സ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് പാനിക് സെല്ലിംഗ് മോഡ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ സെല്ലേഴ്സിനെ, പാനിക് സെല്ല് എന്ന് പറയുന്നത് ഏറ്റവും അവസാനം ചെയ്യുന്ന സെല്ലിംഗ് ക്ലൈമാക്സിലാണ്. എല്ലാവരും പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു ഏരിയ. ആ ഏരിയൻ്റെ മേലെ ബയേഴ്സ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു എന്താ പറയുക, ഒരു റിക്കവറി ആകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ക്യാൻഡിലാണ് സെല്ലിംഗ് പ്രഷറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സപ്പോർട്ടായിട്ട് ഈ ഒരു ലിക്വിഡിറ്റിൻ്റെ താഴെ ഈ ഒരു ബ്ലൂ ലൈൻ ഞാൻ വരച്ചെടുത്ത് ഇപ്പോൾ റെഡായി, അതായത് 392 എന്ന് പറയുന്നത് ലോങ് ടേം സപ്പോർട്ടായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് ഇതാണ് ശരിക്കും ഈ ഒരു സ്റ്റോക്കിൻ്റെ മേജർ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 633 എന്ന് പറയുന്നത് ഫോർ ലോങ് ടേം. ഓക്കെ, ഫോർ ലോങ് ടേം. ഇപ്പോൾ ഷോർട്ട് ടേം എടുത്തുള്ളവർക്ക് ഈ ഒരു പ്രൈസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ലോങ് ടേമിലേക്ക് ഇത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ 633 എന്ന് പറയുന്ന ഈ ഫെയർ വാല്യൂ ലിക്വിഡിറ്റിയെ, ഞാൻ നിഫ്റ്റിയുടെ കേസിൽ പറഞ്ഞ പോലെ ഇതല്ല ഹൈ. എല്ലാവരും റീറ്റെയിലേഴ്സ് എന്താണ് വിചാരിക്കുക, ലിക്വിഡിറ്റി ലെൻസ് കാണാത്തവർക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ അവരെപ്പോഴും വിചാരിക്കുക ഇതാണ് ഹൈ, ഓൾ ടൈം ഹൈ ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാം. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല കാര്യം. ഓൾ ടൈം ഹൈ ശരിക്കും ഇവിടെയാണ്, അല്ലെങ്കിൽ ഇതാണ് ശരിക്കുള്ള ലിക്വിഡിറ്റി ആക്ടിവിറ്റി നടന്നിട്ടുള്ളത്. ഇതൊരു നോയ്സാണ്. ഈ നോയ്സ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് കറക്റ്റ് ചെയ്തിട്ട് താഴെ പോയത്. ഓക്കെ, സോ ഏത് പോയിന്റിലാണോ കല്യാണിൽ അങ്ങനെ ഒരു ഇത് നടക്കുന്നത്, ഈ ഒരു ബ്രേക്ക് ഇവിടെ നടക്കുന്നത്, അതിനുശേഷം കല്യാണം അത്യാവശ്യം പുതിയൊരു ഹോൾ ടൈം ഹൈയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. പിന്നീട് ഈ ഒരു കറക്ഷൻ്റെ സാധ്യത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടർലി റിസൾട്ട്സിലൊക്കെ വന്നിട്ടുള്ള ഒരു ഡിക്ലൈനാണ് ഇതിൻ്റെ ഒരു ആക്കം കൂട്ടിയത് എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ പുതിയ റിസൾട്ട് നന്നായിട്ട് കാണിച്ചത് കൊണ്ടാണ് ഈ ഒരു ബൈയിങ് പ്രഷർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾസോ ഈ ഒരു പ്രൈസ് കൂടെ നല്ല രീതിയിൽ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കല്യാണിൽ ലോങ് ടേമിലേക്ക് നല്ലൊരു എന്താ പറയുക മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അത് നമ്മൾ ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്, കാരണം ഒരുപാട് പേര് അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ലിക്വിഡിറ്റി അനാലിസിസും എന്താ പറയുക വാല്യുവേഷനും അതുപോലെ ഗാമ ബ്ലാസ്റ്റൊക്കെ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ ദ സ്റ്റോക്ക് ഡീറ്റെയിൽസ് ആൻഡ് ഓൾ. ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് എത്തിക്കാൻ നോക്കുക. ദാറ്റ് വിൽ ബി എ മോട്ടിവേഷൻ ഫോർ മീ ടു ഡു ദ അനാലിസിസ് എവറി ഡേ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് വീഡിയോ.